നേമത്തേതായാലും ഉയർന്ന പോളിംഗിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് മുന്നണികൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 9%-ത്തിലധികം വർധനയാണ് പോളിംഗിൽ ഉണ്ടായത്. വിജയം അവകാശപ്പെട്ട 3 മുന്നണികളും രംഗത്തെത്തിയിരിക്കുന്നു. അതേസമയം പോൾ ചെയ്തതിൽ 8013 വോട്ടിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, ഈ ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്ന സസ്പെൻസ് ഇപ്പോഴും നിൽക്കുകയാണ്. നമ്മൾ വോട്ടെടുപ്പിലുടനീളം കണ്ട സസ്പെൻസ് ഇപ്പോഴുമുണ്ട്. എന്താണ് വിലയിരുത്തലുകൾ ഓരോ മുന്നണികളുടെയും? വിനിത, നേമത്ത് ഏകദേശം 9% പോളിംഗിൽ വർധനവ് ഇക്കുറി ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ 3 മുന്നണികൾക്കും ആശങ്ക ഉണ്ടാകുന്ന തരത്തിലാണെങ്കിൽ പോലും 3 മുന്നണികളും ഇക്കുറി അത് പ്രതീക്ഷ വെക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതിന് അവരുടേതായ കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് നേമത്ത് LDF-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന BJP നടത്തിയിരുന്ന പ്രചാരണം, LDF നടത്തിയിരുന്ന പ്രചാരണം. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മണ്ഡലം മാറുകയായിരുന്നു. അതിൽ ഇപ്പോൾ ഈ പോളിംഗ് ശതമാനം വന്നതിന് ശേഷം, അതായത് ഈ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വന്നെങ്കിൽ പോലും പോളിംഗ് ശതമാനം ഉയർന്നതും അത് നഗരത്തിലാണ് ഉയർന്നതെന്നുമുള്ള വാദമാണ് BJP ഒരു വശത്ത് ഉയർത്തുന്നത്. BJP ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം, സംസ്ഥാനത്തെ ഒരു മണ്ഡലമാണ് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന നേമം എന്നുള്ളത്. അവിടെ ഈ നഗരത്തിലെ വോട്ടുകളാണ് ഏറ്റവും കൂടുതലായി പോൾ ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യം BJP ഉയർത്തുന്നു. സാധാരണ തിരുവനന്തപുരത്തെ മറ്റു മണ്ഡലങ്ങളിലെയും ഒക്കെ തന്നെ വോട്ടുകൾ, നഗരമധ്യത്തിൽ വോട്ടുകൾ ഇത്തരത്തിൽ കൂടുമ്പോൾ അത് BJP-ക്ക് അനുകൂലമാകാറാണ് പതിവെന്ന് ചില കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP അവകാശപ്പെടുന്നത്. പക്ഷേ അതേസമയം തന്നെ LDF അതിനെ പ്രതിരോധിക്കുന്നത് പാർട്ടി വോട്ടുകളും ഒപ്പം തന്നെ LDF-ന് ഉറച്ച വോട്ടുകളും, ആ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പോളിംഗ് ശതമാനം അങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ് LDF ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാർ വിരുദ്ധ വികാരമല്ല, മണ്ഡലത്തിലെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അവസാന ദിവസങ്ങളിൽ BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ BJP പണവും മദ്യവും അടക്കം മണ്ഡലത്തിൽ ഒഴുക്കി എന്നുള്ള പ്രചാരണം അടക്കം ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അനുകൂലമായി വരുമെന്നുള്ളതാണ് LDF ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഘടകം. പക്ഷേ അതേസമയം തന്നെ BJP അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ കൃത്യമായി ന്യൂനപക്ഷ വോട്ടുകൾ UDF വിഭജിച്ച് UDF-ന് ഒരു വിഭാഗം പോവുകയും അത് LDF-ന് വലിയ ക്ഷീണമാവുകയും ചെയ്യും, അതുവഴി വിജയിക്കാമെന്നുള്ളതാണ് BJP ആ രീതിയിൽ കണക്ക് കൂട്ടുന്നത്. വിനീത.